നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഏതാണ്ട് ഈ വർഷം അവസാനത്തോടെ തന്നെ രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കും. ഇലക്ഷൻ അടുത്തപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ രാജ്യത്തെ എല്ലാ ഭാഷകളിലുമുള്ള പത്രങ്ങളിൽ തങ്ങളുടെ ഭരണ മികവിനെ പറ്റി പരസ്യം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിലെയും പ്രമുഖ പത്രങ്ങളുടെ ആദ്യ പേജ് രാജസ്ഥാൻ സർക്കാരിന്റെ ഈ പരസ്യമായിരുന്നു. ഇപ്പോൾ ഈ പരസ്യത്തെപ്പറ്റി മന്ത്രി MP രാജേഷ് നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമാവുകയാണ്. തന്റെ ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി പ്രതികരിച്ചത്. രാജസ്ഥാൻ സർക്കാരിന്റെ പരസ്യം കേരള സർക്കാരിന് വലിയ ഉപകാരമായി എന്നാണ് MP രാജേഷ് ഫേസ്ബുക്കിലൂടെ പറയുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ അടക്കമുള്ള താരതമ്യം നടത്തിയാണ് MP രാജേഷ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. കേരളം എങ്ങനെയൊക്കെ വേറിട്ട് നിൽക്കുന്നു എന്നും മികച്ചു നിൽക്കുന്നു എന്നും മലയാളികളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ പരസ്യത്തിന് പണം മുടക്കിയ രാജസ്ഥാൻ സർക്കാരിന് നന്ദി എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. കേരളത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ കുടുംബങ്ങൾ 28.98% രാജസ്ഥാന്റെ 4 ഇരട്ടി വരും ഇതെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന മലയാളികളുടെ മുന്നിലാണ് പെൻഷൻ 1000 എന്ന രാജസ്ഥാൻ സർക്കാരിന്റെ പരസ്യം എത്തുന്നത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. എന്തായാലും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിരവധി പേർ ഷെയർ ചെയ്തിട്ടുണ്ട്. നിരവധി പേർ തങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുന്നുണ്ട്. രാജസ്ഥാനിൽ ഒരാൾക്ക് ജീവിക്കേണ്ട ചെലവും കേരളത്തിൽ ഒരാൾക്ക് ജീവിക്കേണ്ട ചെലവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ ചിലർ കമന്റ് ഇടുന്നുണ്ട്. അതുപോലെ 2 സംസ്ഥാനങ്ങളിലെയും ജനസംഖ്യ താരതമ്യം ചെയ്യാൻ ചിലർ കമന്റ് ഇടുന്നുണ്ട്. താരതമ്യം മറ്റു കാര്യങ്ങളിലും ആവാം എന്നും ചിലർ കമന്റ് ചെയ്യുന്നു. അതുപോലെ ഈ പരസ്യം ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മനസ്സിലാക്കാൻ സഹായകമായി എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്.